അപ്പോൾ ഈ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ സ്ക്വയർ മെട്രിക്സ് അല്ലാത്തതും വരാം. നമ്മൾ അതെങ്ങനെ മനസ്സിലാക്കി ചെയ്യണമെന്നുള്ളത്. പ്രൊസീജിയറും മെത്തഡോളജി ഒക്കെ സെയിം തന്നെയാണ്. ഫൈൻഡ് ദ റാങ്ക് എക്കലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു? ചെയ്ത് കണ്ടുപിടിക്കുന്നു. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം, മാത്സ് പ്രത്യേകം പഠിക്കുമ്പോഴത്തേക്ക് എഴുതി പഠിക്കുക. 3 തവണ മസ്റ്റാണ്. ഇപ്പം നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് എക്സാമിന് കയറി ഇരുന്ന് ചെയ്യണമെങ്കിൽ നിങ്ങളിപ്പോൾ അറിയായിരിക്കും ഫസ്റ്റ് ഒരു തവണ ചെയ്യുമ്പോൾ നിങ്ങൾ അത് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. ഒരു കാരണവശാലും അവിടെ വെച്ച് നിർത്തരുത്. നമ്മൾ ഈ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം 3 തവണ എഴുതി പഠിക്കേണ്ട ക്വസ്റ്റ്യൻസാണ്. ഇത് കഴിഞ്ഞ അടുത്തൊരു സാധനമായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, എക്സാമിന് ചോദിക്കുന്നത്. നിങ്ങൾ ഫസ്റ്റ് തവണ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരും. സെക്കൻഡ് ചിലപ്പോൾ അത് തവണ അറിയായിരിക്കും. സെക്കൻഡ് തവണ നിങ്ങൾക്ക് ചിലപ്പോൾ കാണാതെ എഴുതാൻ പറ്റും. ആ രീതിയിലേക്ക് വരെ ചിലപ്പോൾ നിങ്ങളാവും. കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഇത് ഇങ്ങനെയാണ് നടക്കുന്നതെന്ന് അറിയാം. പക്ഷെ എന്നാലും ഒന്ന് ചെയ്ത് നോക്കണം സ്വന്തമായിട്ട്. 3ാമത്തെ തവണയും ചെയ്ത് നോക്കുക. ഇപ്പോൾ ഈ മെട്രിക്സിനെ സംബന്ധിച്ചിടത്തോളം 3 ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് എടുത്ത് ചെയ്യുന്നതും ഒരേപോലെയൊക്കെ തന്നെ. മിനിമം 2 തവണയെങ്കിലും ഇത് ചെയ്ത് അറ്റ്ലീസ്റ്റ് 2 തവണയെങ്കിലും ചെയ്ത് നോക്കാതെ പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ എക്സാമിൻ്റെ സമയത്ത് നിങ്ങൾ പെടും. നിങ്ങൾക്ക് സമയം തികയത്തില്ല. നിങ്ങൾ എന്തെങ്കിലും ഒരു ചെറിയ പ്ലസും മൈനസിൽ തന്നെ ഇത്രയും ഇത് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ എനിക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞ് ഇറങ്ങി വരേണ്ടി വരും. ഒരു കാരണവശാലും അത് സംഭവിക്കരുത്. എന്ത് ചെയ്യണം? 3 തവണ ഈ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുന്നതാണ് നല്ലത്. മാത്സ് ചെയ്തു പഠിക്കുക തന്നെ ചെയ്യണം. നോക്കിക്കൊണ്ട് പോകാൻ നിൽക്കരുത്. നോക്കിക്കൊണ്ട് പോകാൻ നിൽക്കുന്നത് നിങ്ങളെന്താണ്, അവസാന എക്സാമിന് ഇങ്ങനെയാണ് അങ്ങനെയാണോ എന്ന് പഠിച്ചുകൊണ്ട് കാണാൻ പിടിച്ചുകൊണ്ട് പോകും. എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പുതിയൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ അവിടെ സ്റ്റക്കാവും. നിങ്ങൾ ഇടയ്ക്ക് സ്റ്റക്കാവും. അല്ലെങ്കിൽ അവസാനത്തെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് ഇതിന് വേരിയേഷൻ എന്തായാലും വരും. അപ്പോൾ അല്ലെങ്കിൽ അത്രത്തോളം നിങ്ങൾ ഒരു മെത്തഡോളജി സെറ്റ് ചെയ്യണം. അപ്പം ഈ മാത്സ് പഠിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്, ഇതുവരെ ചെയ്ത് പഠിക്കാതെ ജയിച്ചവരാണെങ്കിൽ കൂടിയും ഇനി അങ്ങനെ ജയിക്കുമെന്ന് വിചാരിക്കുകയാണെങ്കിൽ നല്ല മാർക്ക്, നിങ്ങൾ 90 മാർക്ക് കിട്ടാനുള്ള അവസരത്തിൽ എന്തിനാണ് നിങ്ങളിങ്ങനെ സമയം അവസാനം കഴിഞ്ഞത്? ചെയ്ത് പഠിക്കുമ്പോൾ ഇത്തിരി സമയം കൂടുതൽ എടുക്കുമായിരിക്കും. പക്ഷേ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്തെന്നറിയാമോ? വേറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നിങ്ങൾ ഓൾറെഡി ഇക്വിപ്ഡ് ആവും. നിങ്ങൾ ട്രെയിൻഡ് ആവുകയാണ്. അല്ലാതെ നിങ്ങൾ ഈ നോക്കിക്കൊണ്ട് പോകുന്ന ക്വസ്റ്റ്യൻ അതേ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ തന്നെ നിങ്ങൾക്ക് നോക്കിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും അവിടെ എഴുതാൻ പറ്റുമെന്ന് ഉറപ്പ് വരില്ല. പക്ഷേ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ വേറെ ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് ആ ഒരു സാധനം മെത്തഡോളജി വെച്ച് സോൾവ് ചെയ്ത് വരുമ്പോൾ ചിലപ്പം സോൾവായി പോകും. അപ്പോൾ ഇതാണ് ഭയങ്കര ഡിഫറൻസാണ് അത് ഉണ്ടാക്കുന്നത്. നിങ്ങളുടെ എക്സാമിനെ നിങ്ങളെ കോൺഫിഡൻസോടെ നിങ്ങൾ മാത്സ് എക്സാമിന് കയറുന്നതും ചിലപ്പോൾ ജയിക്കും ചിലപ്പോൾ തോക്കും എന്നുള്ള രീതിയിൽ കയറുന്നതും തമ്മിൽ വലിയ ഡിഫറൻസ് ഉണ്ട്. ചെയ്ത് പഠിക്കലും മാത്രമാണ് അതിൻ്റെ ഒരു പ്രതിവിധി. ഇനി അത് പ്രോബ്ലമാറ്റിക് പേപ്പർ ഏതെടുത്താലും പ്രോബ്ലംസ് വരുമ്പോഴത്തേക്ക് അത് എന്ത് ചെയ്യണം? 2 തവണ 3 തവണ ചെയ്താലേ നിങ്ങൾ അതിന് മനസ്സിലേക്ക് കയറത്തുള്ളൂ. നമ്മൾ ഇവിടെ ചെയ്യുന്ന എല്ലാ ക്വസ്റ്റ്യൻസും 3 തവണയെങ്കിലും ചെയ്ത് പഠിക്കണം. ഫസ്റ്റ് തവണ നിങ്ങൾ പഠിക്കുമ്പോഴത്തേക്ക് ഡൗട്ട് വരും. സെക്കൻഡ് തവണ എഴുതുമ്പോഴത്തേക്ക് ചിലപ്പോൾ 3ാം തവണ കാണാതെ നിങ്ങൾ എഴുതുമായിരിക്കും. പക്ഷെ എങ്കിലും നിങ്ങൾ അത് ചെയ്യണം. 3 പറയുന്നത് ഭയങ്കര ഒരു മാജിക്കൽ സംഖ്യയാണ് 3. ഈ 3 ഫസ്റ്റ് തവണ നിങ്ങൾ എഴുതി പഠിക്കുന്നു. ചിലപ്പോൾ ഡൗട്ടൊക്കെ ഉള്ളത് നമ്മൾ നോട്ട്ബുക്ക് നോക്കി ക്ലിയർ ചെയ്തത് ക്ലിയർ. സെക്കൻഡ് തവണ നിങ്ങൾ ആ ഡൗട്ട് നിങ്ങൾ മനസ്സിൽ തങ്ങി നിൽക്കും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് നോട്ട്ബുക്ക് നോക്കാതെ തന്നെ നിങ്ങൾക്ക് സെക്കൻഡ് എഴുതാൻ പറ്റും. 3ാമത്തെ തവണ നിങ്ങൾ ചിലപ്പോൾ കാണാതെ എഴുതുമോ ഇതിപ്പോൾ ഇവിടെ ഇത്രയാണ് കിട്ടണം നിങ്ങളുടെ മനസ്സിൽ കയറും. ഈ 3 സാധനം മസ്റ്റാണ്. നിങ്ങളൊരു 4, 5, 6 ഒക്കെ ആയിക്കോട്ടെ, അത് കുഴപ്പമില്ല. 3 തവണ എന്ന് പറയുന്നത് ഈ അറ്റ്ലീസ്റ്റ് നിങ്ങളിപ്പോൾ സമയം കിട്ടെത്തിയാൽ ഒരു ദിവസം ചെയ്യുന്ന കോളേജിലായാലും ഒരു ദിവസം ചെയ്യുന്ന പ്രോബ്ലം 3 തവണ എഴുതി പഠിക്കുക എന്ന് പറയുന്നത് അന്നോളം നോക്കി പോവുകയാണെങ്കിൽ 2 ദിവസം കൂടുമ്പോഴെങ്കിലും നോക്കിപ്പോയാൽ എല്ലാ ദിവസവും മാത്സ് കാണണമെന്നില്ലല്ലോ. അപ്പോൾ ഉണ്ടെങ്കിൽ തന്നെയും 1 മണിക്കൂർ പഠിപ്പിക്കുന്ന സാധനം ചെയ്ത് പഠിക്കാനായിട്ട് ആവശ്യം പോലെ സമയമുണ്ട്. ഒരു 1/2 മണിക്കൂറിനകത്ത് നിങ്ങൾക്ക് ചെയ്ത് പോകാൻ പറ്റും. പിന്നെ ഒരു പ്രത്യേകത നോക്കിയപ്പോൾ ഇപ്പോൾ ഈ ഒരു സബ്ജക്റ്റിൽ തന്നെ ഇപ്പോൾ ഒരു പോർഷനിൽ തന്നെ ഒരു 15 മാത്സിലെ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ആദ്യത്തെ 5 ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചെയ്ത് പഠിക്കുമ്പം പിന്നെ ബാക്കിയുള്ള 10 ക്വസ്റ്റ്യൻസും ചെയ്യാനുള്ള സാധനം നിങ്ങളുടെ കയ്യിൽ വരും, നിങ്ങളുടെ മൈൻഡിൽ വരും. അല്ലെങ്കിൽ ഈ 15 ക്വസ്റ്റ്യൻ നിങ്ങളിരുന്ന് വായിച്ച് നോക്കേണ്ടി വരും. ഇതെങ്ങനെയാണ് 15 ക്വസ്റ്റ്യൻ വായിച്ച് കയറുന്നാലും നിങ്ങൾക്ക് ആ മെത്തഡോളജി പിടികിട്ടത്തുമില്ല. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എങ്ങനെയാണെന്ന് മാത്രം ഏകദേശം ഒരു ഐഡിയ കിട്ടും. പക്ഷെ അത് ചെയ്ത് നോക്കുമ്പോഴുള്ള ഡിഫിക്കൽട്ടീസ് ഒരിക്കലും നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു കാരണവശാലും അങ്ങനെ നിൽക്കരുത്, ചെയ്ത് പഠിക്കുക തന്നെ ചെയ്യുക. അപ്പോൾ അത് ആലോചിച്ചോളാം. അപ്പം ഇത്രയും ഫൈൻ ദ റാങ്ക് ഓഫ് ദ മെട്രിക്സ്. അപ്പം നിങ്ങൾക്ക് 3 ക്വസ്റ്റിന് 3 ഡിഫറൻ്റ് ആയിട്ടുള്ള സാധനമാണെന്ന് നിങ്ങൾക്ക് അറിയാം. ഇപ്പോൾ ഇതൊരു 3 റോസ് 1, 2, 3, അതായത് 1, 2, 3 റോയും 1, 2, 3, 4 കോളമുള്ള മെട്രിക്സ് ആണ്. അപ്പോൾ ഒരു 3/4 മെട്രിക്സ് ആണ് നമുക്കുള്ളത്. ഈ 3/4 മെട്രിക്സ് നമുക്ക് എങ്ങനെയാണ് എക്കലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് റാങ്ക് കണ്ടുപിടിക്കണം. അപ്പം ഇതിൽ നമുക്ക് എ എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന മെട്രിക്സ് ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ കൺസിഡർ ചെയ്യാനായിട്ട് പോകുന്നു. അപ്പോൾ മെട്രിക്സ് അതേപോലെ എടുത്ത് എഴുതുക. 1, 2, 3, 2 ആണ് നമ്മുടെ മെട്രിക്സ് എന്ന് പറയുന്നത്. താഴത്തെ റോ എന്ന് പറയുന്നത് 2, 3, 5, 1. പിന്നെ അടുത്തെന്താണ് 1, 3, 4, 5. അപ്പോൾ ഞാൻ വീണ്ടും പറയേണ്ട കാര്യമില്ല, നമുക്കറിയാം എന്താണ് മെട്രിക്സ് എക്കലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്. ഫസ്റ്റ് റോ നമുക്ക് മാറ്റിയെടുത്ത് അവിടെ 1 തന്നെയാണുള്ളത്. എല്ലാം 1 വരുന്നതാണ് നമ്മൾ ചെയ്യുന്നതല്ലേ. 1 തന്നെ വരണമെന്നില്ല. 1 ഇവിടെ 2, 3, 4 ഒക്കെ വരാം. അപ്പോൾ അങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യന് നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. അത് നമുക്ക്
ഒരു കാര്യം ചെയ്യും, ഒരെണ്ണം നമുക്ക് ചെയ്യാം. അപ്പോൾ അതും കൂടെ ഒരെണ്ണം ചെയ്യാം. പോട്ട്. അപ്പോൾ ഈ മറ്റേത് നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിലാണെങ്കിൽ 1 വരുന്ന രീതിയിൽ നമ്മൾ റോ ഇൻ്റർചേഞ്ച് ചെയ്തൊക്കെ ചെയ്തു. അപ്പോൾ ഇവിടെ അങ്ങനെയൊന്നും വേണ്ട, ഫസ്റ്റ് കിടപ്പുണ്ട് 1 തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ 1 ആയാലേ ചെയ്യാൻ പറ്റുള്ളൂ നിർബന്ധമൊന്നുമില്ല, പക്ഷേ 1 ആക്കി ചെയ്യുന്നതാണ് നല്ലത്. അതെന്നുള്ളതാണ്. 1 ഇല്ലാതെ ഇപ്പോൾ ഇതിൽ 1 ഉണ്ടല്ലോ, ഫസ്റ്റ് എലമെൻറ്റ് 1 ആയിട്ട് വരുന്നത്. ഇൻ കേസ് ഇവിടെ 3 ആയിരുന്നെങ്കിൽ ഈ 1 ഉള്ള ഒരു റോ ഉണ്ട്, ഈ റോയും കൂടെ നമുക്ക് ഇൻ്റർചേഞ്ച് ചെയ്ത് ഇതങ്ങ് മുകളിൽ കൊണ്ടുവന്ന് അത് 1 ആക്കാമായിരുന്നു. നമുക്ക് എളുപ്പത്തിൽ അത് അങ്ങനെ തന്നെ ചെയ്യാൻ പറ്റുന്നു. ഇപ്പോൾ ഇവിടെ 1 ഇല്ല, ഇവിടെ 1 ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ? അപ്പോൾ അത് അടുത്ത ക്വസ്റ്റ്യനിൽ നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊരു സ്ക്വയർ മെട്രിക്സ് അല്ലാതെ വരുന്ന കേസിൽ നമ്മളെങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യും? ഇത്ര തന്നെ, വേറെ വിദ്യകളൊന്നും. 0 ആക്കേണ്ട എലമെൻറ്റ്സ് ഏതൊക്കെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുക. അത് ഫസ്റ്റ് ചെയ്യേണ്ടത് ഫസ്റ്റ് റോയിലെ എല്ലാ എലമെൻറ്റ്സിൻ്റെ കാര്യം നമ്മൾ നോക്കണ്ട. സെക്കൻഡ് റോയിൽ ആദ്യത്തെ എലമെൻറ്റ് 0 ആക്കണം, അത് ഈ ഒരു എലമെൻറ്റ് 0 ആവണം. തേർഡ് റോയിൽ ആദ്യത്തെ 2 എലമെൻറ്റ്സ്, ഈ എലമെൻറ്റ് 0 ആണ്. അല്ലാതെ നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട. അതായത് ഫോർത്ത് റോ ഉണ്ടായിരുന്നെങ്കിൽ ആദ്യത്തെ 3 എലമെൻറ്റ്സ് 0 ആക്കാൻ നോക്കണമായിരുന്നു. അപ്പോൾ അതാണ് നമ്മുടെ ഐഡിയ എന്ന് പറഞ്ഞത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് 2 0 ആക്കാൻ നോക്കാം. 2 0 ആക്കാൻ നോക്കുമ്പോഴത്തേക്ക് ഈ ഫസ്റ്റ് റോയ്ക്ക് എന്താണ് ചേഞ്ചസ് ഒന്നുമില്ല. അപ്പോൾ അത് അതേപോലെ എഴുതി. ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതായതുകൊണ്ട് വീണ്ടും ഞാൻ അവിടെ ചവിട്ടി തേക്കുന്നില്ല, ഈ സാധനങ്ങളൊക്കെ പറഞ്ഞ്. ഫസ്റ്റ് റോ അതേപോലെ എഴുതി. സെക്കൻഡ് റോ എന്ന് പറയുന്നത് ചേഞ്ച് ആവണം, R2 ചേഞ്ച് ആവണം. നിങ്ങൾക്കറിയാം R2 ചേഞ്ച് ആവണമെങ്കിൽ R2 ഇട്ടിട്ട് ആരും ഇടുക. R2 എങ്ങനെ ചേഞ്ച് ആവണം? R2 മൈനസ് R1 R2 പ്ലസ് R1 ചെയ്യുമ്പോൾ R2 ചേഞ്ച് ആവുമെന്നോ 0 ആവുമെന്ന് നോക്കുക. ഈ എലമെൻറ്റ് 0 ആവുമെന്ന് നോക്കുക. ഇപ്പോൾ 2 0 ആവണമെങ്കിൽ ഇവിടെ 2 വരണം. അപ്പോൾ R1 എന്ന് പറയുന്നത് ഇത് നമ്മുടെ ഫസ്റ്റ് റോ ആണ്. R1ൻ്റെ സ്ഥലത്ത് 2 വരണമെങ്കിൽ ഇത് R1 എൻ്റയർ റോയിനെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന നമ്മുടെ റോ ട്രാൻസ്ഫർമേഷൻ എന്താണെന്ന് ചോദിച്ചാൽ R2 ഗീവ്സ് എന്താണ്? R2 മൈനസ് അതാണ് R2വിൽ നിന്ന് എന്ത് കുറയ്ക്കണം? R1 കുറയ്ക്കണം. വെറും R1 കുറച്ചേ പോരാ, 2R1 എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം R2 മൈനസ് 2R1. അപ്പോൾ നമ്മൾ എഴുതി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇതിൽ നോക്കുമ്പോഴത്തേക്ക് R2 എന്ന് പറയുന്നത് എന്താണ്? R2വിൻ്റെ സ്ഥലത്ത് കിടക്കുന്ന 2 ആണ്. 2 മൈനസ് 2 ഇട്ട് മൈനസ് ഇട്ട്, അതാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. 2 ഇട്ട് മൈനസ് ഇട്ട്, പിന്നെ ഒരു 2 കൂടെ കിടപ്പുണ്ട്, ആ 2 അവിടെ ഇട്ട്, ഇൻറ്റു R1 എന്ന് പറയുന്ന സ്ഥലത്ത് വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് 2 എടുക്കുമ്പോഴത്തേക്ക് അതിന് കറസ്പോണ്ടിങ് R1ൻ്റെ വാല്യൂ 1 എന്ത് കിട്ടും? 0 കിട്ടും. നമുക്ക് 0 വരുന്ന രീതിയിലാണ് ഈ ട്രാൻസ്ഫർമേഷൻ ഞാൻ സെറ്റ് ചെയ്തത്. അപ്പോൾ ഈ ട്രാൻസ്ഫർമേഷൻ എല്ലാ റോസിലും എല്ലാ എലമെൻറ്റ്സിലും എന്ത് ചെയ്യണം? അപ്ലൈ ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ അടുത്ത ഇവിടെ R2ൻ്റെ എലമെൻറ്റ് സ്ഥലത്ത് 2 മാറി, ഇത് 2 ആണ് വരുന്നതല്ലേ. അപ്പോൾ 3യും 2യും റീപ്ലേസ് ചെയ്തു. അപ്പോൾ 2ൻ്റെ സ്ഥലത്ത് ഞാൻ 3 കൊടുത്തു. പിന്നെ 1 ആയിരുന്നു നേരത്തെ R1ൻ്റെ എലമെൻറ്റ്, ഇപ്പോൾ 2ലേക്ക് മാറി. അപ്പോൾ 1 മാറ്റിയിട്ട് 2 കൊടുത്തു. അപ്പോൾ -1. പിന്നെ അടുത്ത 2 എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? 5ഉം 3യും. അപ്പോൾ 5 എന്ന് പറയുന്നത് R2ൻ്റെ എലമെൻറ്റാണ്. അപ്പോൾ R2ൻ്റെ സ്ഥലത്ത് 5 കൊടുക്കുക, ഡിലീറ്റ് കൊടുത്തു, 5 കൊടുത്തു. 3 എന്ന് പറയുന്ന R1ൻ്റെ സ്ഥലത്ത് 2ൻ്റെ സ്ഥലത്ത് 3 കൊടുത്തു, -1, അവിടെയും -1. പിന്നെ അടുത്ത ഏതൊക്കെയാണ്? 1ഉം 2ഉം. അപ്പോൾ 1ഉം 2ഉം തമ്മിൽ നോക്കുമ്പോഴത്തേക്ക് R2ൻ്റെ സ്ഥലത്ത് 1 കൊടുക്കുക, R1ൻ്റെ സ്ഥലത്ത് 2 കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടും? -3. ഇതെനിക്ക് സ്വന്തമായിട്ട് ശ്രദ്ധിച്ച് ചെയ്യാനും ആവുന്നതേ ഉള്ളൂ. പക്ഷേ അങ്ങനെ തെറ്റിക്കട്ടാന്ന് കരുതി നിങ്ങൾ കാണുന്ന രീതിയിലിപ്പോൾ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത്. ഈ രീതിയിലൊക്കെ ചെയ്യുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ തെറ്റിക്കൂടെ? നമ്മൾ എത്രയൊക്കെ അറിയാമെന്ന് പറഞ്ഞാലും പ്ലസ് മൈനസ് ഒക്കെ വരുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ വിഷയം വരും. ഇനി നെക്സ്റ്റ് R3 ചേഞ്ച് ആവണം. R3യുടെ ഈ ഫസ്റ്റ് എലമെൻറ്റ് മാത്രം 0 ആക്കിയാൽ മതി ആദ്യത്തെ സ്റ്റെപ്പിൽ. അപ്പോൾ ബാക്കിയൊക്കെ പിന്നെ നോക്കാം. അപ്പോൾ R3 ചേഞ്ച് ആവണമെങ്കിൽ R3ക്ക് ചേഞ്ച് വരേണ്ടത് 1 ആണ്. 1 0 ആവണമെങ്കിൽ 1ഉം ഈ R1ഉമായിട്ട് ഓപ്പറേറ്റ് ചെയ്താൽ മതിയല്ലോ. ചേഞ്ച് ആയ എലമെൻറ്റുമായിട്ട് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യും. നമ്മൾ ഫസ്റ്റ് ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്ന R1ഉമായിട്ടാണ് നമ്മൾ ഓപ്പറേഷൻസ് നടത്തുന്നത്. 1ഉം കൂടെ മൈനസ് ചെയ്യുക. അപ്പോൾ R3 മൈനസ് എന്ത് ചെയ്ത് കൊടുത്താൽ? ഈ R1 ചെയ്ത് കൊടുത്താൽ. അപ്പോൾ ഇതിന്ന് 1 പോയാൽ 0. തിരിഞ്ഞല്ലേ R3യിൽ നിന്നാണ് R1 കുറയ്ക്കുന്നത്. R3 ഗീവ്സ് R3 മൈനസ് R1. R1 മൈനസ് R3 എന്നല്ല ഞാൻ എഴുതിയത്, R3യുടെ പരിപാടിയാണ് ആദ്യം എഴുതിയത്, -R1. അപ്പോൾ 3 - 2 എത്രയാണ്? 1. 4 - 3 എത്രയാണ്? 1. 5 - 2 എത്രയാണ്? 3. സീസൺ. ഇനി അടുത്ത ഒരു എലമെൻറ്റ് കൂടെ 0 ആക്കിയാൽ മതി. ഇപ്പോൾ ഈ ഒരു എലമെൻറ്റാണ് 0 ആക്കണം, ഈ ഒരു എലമെൻറ്റ് അടുത്ത 0 ആണ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ തീരും. ഈ ഒരു എലമെൻറ്റ് 0 ആകുമ്പോഴത്തേക്ക് നമ്മുടെ കണ്ടീഷൻ എങ്ങനെയാണ്? ഫസ്റ്റ് 2 റോസിലും വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ 1 എഴുതി, പിന്നെ രണ്ടാമത്തെ 2 എഴുതി, പിന്നെ അടുത്തെന്താണ്? 3 എഴുതി, നെക്സ്റ്റ് 2 എഴുതി. ഇവിടെ എന്താ? 0 -1 -3. ഇനി ഇത് ഈ ഒരു എലമെൻറ്റ് ചേഞ്ച് ചെയ്യണം, ഈ ഒരു റോ ചേഞ്ച് ആവണം. R3 ചേഞ്ചസ് ടു R3 ചേഞ്ച് ആവണം. R3 R2 തമ്മിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. എന്താണ് കാരണങ്ങളൊക്കെ നമുക്കറിയാം. ഞാൻ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല, നേരത്തെ പാർട്ടിലുണ്ട്. അപ്പോൾ R3 എന്ന് പറയുന്നത് ഇവിടെ 1ഉം ഇവിടെ -1ഉം ആണ്. ഇത് 0 ആവുന്ന കാര്യം മാത്രം നോക്കിയാൽ മതി. ഇത് 1 പ്ലസ് 1 -1. അപ്പോൾ രണ്ടും കൂടെ ആഡ് ചെയ്തേ പറ്റൂ. രണ്ടും കൂടെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 1 - -1 1 + 1 ആയിപ്പോൾ 2 ആയിപ്പോൾ. അപ്പം R3യിൽ നിന്ന് R1 എന്ത് ചെയ്താൽ അവിടുത്തെ ആഡ് ചെയ്താൽ മതി. R1 അല്ല R2 ഇതാണ് R3 R2 കൂടെ ആഡ് ചെയ്താൽ മതി. R3 R2 കൂടെ ആഡ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത 1 പ്ലസ് എന്ത് വരും? -1 വരും. 1 + -1 0 വരും.
ഫസ്റ്റ് എലമെൻറ്റ് 0 0 0 തന്നെ, രണ്ടാമത്തെ എലമെൻറ്റും 0 വന്നു. ഇപ്പം R3 മൈനസ് R2 ചെയ്തിരുന്നെങ്കിൽ ഒന്ന് ആലോചിക്കട്ടെ, 1 മൈനസ് -1, അതായത് മൈനസ് കൂടെ പ്ലസ് ആവും, അപ്പോൾ 2 ആയി പോകും. അപ്പോൾ ഇത് 0 ആവില്ല, ആലോചിച്ചോളൂ. അപ്പോൾ ഇതിൽ രണ്ട് ഡിഫറൻറ്റ് സൈനും ഒരേ നമ്പരുമാണ് വന്നതെങ്കിൽ യു ഹാവ് ടു ആഡ് ഫോർ മേക്കിംഗ് ഇറ്റ് 0. അപ്പം 1ഉം -1ഉം കൂടെ ആഡ് ചെയ്തപ്പോൾ 0 കിട്ടി. ഇവിടെ 1 -1ഉം കൂടെ ആഡ് ചെയ്യുന്നു, അപ്പോൾ അത് 0 വരും. ഇവിടെ 3 + -3 അതും 0 വരും. അപ്പോൾ ഇതെല്ലാം ചെയ്ത് നോക്കുമ്പോൾ എന്ത് വരും? 0. അപ്പോൾ ഈ ഒരു റോ എലിമിനേറ്റ് ആയി. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് നോൺ സീറോ റോസ് എത്രയാണ്? നമുക്ക് ഈ ഒരു മെട്രിക്സിനെ ബി എന്ന് പറഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ ദ റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് റാങ്ക് ഓഫ് ബി എന്ന് പറയുന്നതും ഈക്വൽ ആയിരിക്കും. ദിസ് ഈസ് ദ എക്കലോൺ ഫോം ആൻഡ് ഫ്രം ദിസ് വി ക്യാൻ ഫൈൻഡ് ദ റാങ്ക് എ. റാങ്ക് ഓഫ് എ ആയാലും റാങ്ക് ഓഫ് ബി ആയാലും എന്താണ്? ഈക്വൽ ആണ്. ആൻഡ് ഇറ്റ് വിൽ ബി ഈക്വൽ ടു നമ്പർ ഓഫ് നോൺ സീറോ റോസ്, അല്ലേ? നമ്പർ ഓഫ് നോൺ സീറോ റോസ്. ആ നമ്പർ ഓഫ് നോൺ സീറോ റോസ് എത്രയാണ്? 1 2. മൂന്നാമത്തെ റോ മൊത്തം 0 ആയിപ്പോയി. അപ്പോൾ 2 റോസേ നോൺ സീറോ ആയിട്ടുള്ളൂ. അപ്പോൾ 2 ആണ് റാങ്ക്. സോ ദ റാങ്ക് ഈസ് 2. അപ്പോൾ ഇത്രയേ ഉള്ളൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട്, ഇത്രയും വലിയ സാധനം വേണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന, ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഫോമിലുള്ള ഒരു സാധനമാണ്. ഓക്കെ.